എനിക്ക് അടുത്ത ഒരു ചോദ്യമുള്ളതേ, ഈ ദൈവം എന്തിനാണ് കനാന്യരെ കൊന്നുകളഞ്ഞത്? അതൊരു ഒരു ഒരു ഭീകരപ്രവൃത്തിയല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഭയങ്കര പ്രവൃത്തിയല്ലേ? അത് അങ്ങനെ ചെയ്യണമായിരുന്നു. എന്തുകൊണ്ടാണ്? എന്താ അതിൻ്റെ കാരണം? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരെ നശിപ്പിക്കാനായിട്ട് ദൈവം പറയുന്നു, കനാന്യരെ. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 400 വർഷം ഇസ്രായേൽ പ്രവാസത്തിൽ കിടക്കും. ഈ കനാന്യർ എന്ന് പറയുന്നത് ഈ കനാൻ ദേശത്ത് പാർത്തിരുന്നവർ, അതായത് വാഗ്ദത്ത ദേശത്ത് അവിടെ ഇസ്രായേൽ മക്കൾ വരുന്നതിന് മുമ്പ് അവിടെ പാർത്തിരുന്ന ആളുകളാണ് ഈ കനാന്യർ എന്ന് പറയുന്നത്. ഈ കനാന്യരെ അവിടെ കൊണ്ടുവരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 400 വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാസത്തിൽ ഈജിപ്തിലെ അടിമത്വം കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുവരുന്നത്. ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായിട്ട് കിടന്നിട്ട് 4 നൂറ്റാണ്ട് കഴിഞ്ഞാണ് കൊണ്ടുവരുന്നത്. എന്തിനാ അവരെ അങ്ങനെ 400 വർഷം കഴിഞ്ഞ് കൊണ്ടുവരുന്നത്? നമ്മൾ വചനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്, അവരുടെ പാപം ഇതുവരെ മുഴുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ പാപം അതിൻ്റെ ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വന്നു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ഈസ് ഷുവർ. ദൈവം ശിക്ഷിച്ചിരിക്കും. അത് ശിക്ഷിച്ചിരിക്കും, അതായത് അവനെ ശിക്ഷിക്കാതെ വിടത്തില്ല. അപ്പം ഇവിടെയുള്ളവരുടെ പാപം മുഴുത്തു കഴിഞ്ഞപ്പോഴാണ് കനാന്യരുടെ പാപം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അവര് ദുഷ്പ്രവൃത്തികളിൽ വളരെ മുൻപന്തിയിലായിരുന്നു. എവിടെയും വായിക്കുന്നത് ഇത് സെക്ഷൽ സിന്ന, അതായത് വളരെ മ്ലേച്ഛമായ, അതായത് മാതാപിതാക്കളെന്നോ സഹോദരിമാരെന്നോ ഒന്നും തിരിച്ചറിവില്ലാതെ വെറും മ്ലേച്ഛമായ ജഡികമായ ഉല്ലാസങ്ങളിൽ മാത്രം മുഴുകി നിന്ന ഒരു സമൂഹമായി തീർന്നു ഇവർ. ഇവരെ ജീവിക്കാൻ അനുവദിച്ചാൽ, ഇവരെ മുന്നോട്ട് പോയാൽ ഈ ലോകം മുഴുവൻ ഈ വിധത്തിൽ പാപത്തിൽ മുഴുകിത്തീരും. അത് സംഭവിക്കരുത്, അവരെ ദൈവം മാറ്റിക്കളയുക. ഞാൻ അതിനൊരു ദൃഷ്ടാന്തം പറയാറുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ വന്നു. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബ്രദർ ഈ അടുത്ത സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കണം, വളരെ പ്രയാസപ്പെട്ടു കുടുംബമൊക്കെ. കാല് മുറിച്ചില്ലേ ആൾ മരിക്കും. കാരണം ആ ക്യാൻസർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ആ ക്യാൻസർ കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് മുറിച്ചു കളയണം. ആ ക്യാൻസർ വന്ന കാല് മുറിച്ചാൽ ആൾ ജീവിക്കും. ഈ ലോകത്തിൽ ഇതുപോലെ മ്ലേച്ഛമായ ചില ആളുകൾ ഉള്ളപ്പോൾ ദൈവം അവരെ നീക്കിക്കളയാനായിട്ട് ആവശ്യപ്പെടുന്നതിൻ്റെ റീസൺ, അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ ഈ ലോകം മുഴുവൻ മ്ലേച്ഛതയിലേക്ക് പോകും. അതുകൊണ്ടാണ് കനാന്യരെ നിഗ്രഹിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ രോഗിയോട് കരുണ കാണിക്കും, പക്ഷേ രോഗാണുവിനോട് കരുണ കാണിക്കുകയില്ല. അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് ഈ കനാന്യർ പാപത്തിൽ മുഴുകി അവർ പാപത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം ശിക്ഷ കൊടുത്തല്ലേ? അതെ. നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ നോക്കുകയായിരുന്നു അത്. ഉൽപ്പത്തി പുസ്തകത്തിലെ അതിനെക്കുറിച്ചുള്ള പരാമർശനം കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് ലോകത്തിൽ നിന്നും ധാരാളം ആൾക്കാർ പാലസ്തീൻ കാണാൻ പോകുന്നുണ്ട്, വാഗ്ദത്ത ദേശം. ആ ദേശം കാണാൻ പോകുന്നവരെല്ലാം ചാവുകടൽ കാണുന്നുണ്ട്. ചാവുകടൽ അവിടെ വെച്ചിരിക്കുന്നതിന് വിശുദ്ധ ബൈബിളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അതൊരു വലിയ എക്സിബിഷൻ ബോർഡാണ്. അതായത് മര്യാദ കെട്ട് നടക്കുന്നവന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരും. പാപത്തിൽ ജീവിക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. അതിൻ്റെ ദൃഷ്ടാന്തമാണിത് എന്നുള്ളത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? എത്രയോ ലക്ഷങ്ങൾ അവിടെ വന്ന് കുളിച്ച് ആ ചാവുകടലിൽ നിന്നുള്ളായിരിക്കുന്ന ചെളി ഉപയോഗിച്ചുണ്ടാക്കിയ സോപ്പും അതുപോലെയുള്ള പല സാധനങ്ങളും, സൗന്ദര്യ ലേപനങ്ങൾ വരെ ആൾക്കാരെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ ദൈവം ഈ വലിയ ഈ പ്രദേശം ഒരു ജീവനുമില്ലാതെ ഡെഡ് സീ, ചാവുകടലായിട്ട് അവിടെ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പാപത്തിന് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു നല്ല ഒരു സൈൻ ബോർഡാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, മുന്നറിയിപ്പാണ്. ആ സ്ഥലം ദൈവത്തിൻ്റെ തോട്ടം പോലെ ആയിരുന്നെന്നാ ഇത് നശിപ്പിക്കുന്നതിന് മുമ്പ് ഈ സോദോം ഗൊമോറ. അതുകൊണ്ടാണ് ലോത്ത് അത് തിരഞ്ഞെടുത്തത്. നീരോട്ടമുള്ള സ്ഥലമായി, യഹോവയുടെ തോട്ടം പോലെ തനിക്കത് കാണാനായിട്ടിടയായി മാറി. അത് മുഴുവൻ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ആ സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഈ ലോത്ത് അത് തിരഞ്ഞെടുത്തത്. മാത്രമല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന് തെളിവുകളുണ്ട്. അതൊരു വാലി ആയിരുന്നു, ഫെർട്ടൈൽ വാലി ആയിരുന്നു, കൃഷിഭൂമിയായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ഒരു പുല്ലുപോലും മുളയ്ക്കാതെ അതങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം അത് ദൈവം അതിനെ
ന്യായം വിധിച്ചിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ. വരുന്ന തലമുറകൾ ചോദിക്കും എന്താണ് ഇത് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു 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 ദൃഷ്ടാന്തമാണ് ഈ പ്രദേശമെന്നുള്ളത് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ പ്രത്യേകാല വായിക്കുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ കാണാറുണ്ട്, സൈൻ ബോർഡ്സ് വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് എന്നെ പേടിപ്പിക്കാനാണ്, എന്നെ പരാജയപ്പെടുത്താനാണ്, എന്നെ പുറകോട്ട് വലിക്കാനാണെന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു സൈൻ ബോർഡാണ് ചാവുകടൽ. ചാവുകടൽ നമ്മളോട് വിളിച്ചു പറയുന്നത് പാപത്തിൽ ജീവിച്ചാൽ, ഇമ്മൊറാലിറ്റിയിൽ ജീവിച്ചാൽ, സെക്സ്വൽ സിൻ അതിനെ വളരെ ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്താൽ ഏത് ശാസ്ത്രയുഗത്തിലെ തലമുറയെയും ദൈവം ന്യായം വിധിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് പാപത്തെ വെറുത്ത് ജീവിക്കാൻ, പാപത്തെ ജയിച്ച് ജീവിക്കാൻ, പാപത്തെ ജയിച്ച് പാപത്തിന് പരിഹാരം തരുവാനായിട്ട് പാപപ്രായശ്ചിത്തമായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരാളെ ലോക ചരിത്രത്തിലുള്ളൂ. അത് യഹൂദന്മാർ തള്ളിക്കളഞ്ഞ മശിഹയാണ്. അല്ലേ സാറേ? അതെ. യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മശിഹയുടെ സ്വന്തക്കാരെന്നായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ മശിഹയെ കൈക്കൊണ്ടില്ല. എന്നാൽ ഇന്ന് നമുക്കൊരു ഭാഗ്യാവസ്ഥ, ഒരു ഭാഗ്യ ഓഫറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെയാണോ ഈ മശിഹയെ മനസ്സിലാക്കി അവിടുത്തെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിരുന്നു എന്ന് വിശ്വസിച്ച് മശിഹായിക്ക് സ്വാഗതമരുളിയാൽ, മാനസാന്തരാനുഭവത്തിൽ ഞാനൊരു കുറ്റക്കാരനാണ്, ഞാൻ കുഴപ്പമുള്ളവനാണ്, ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ച് അങ്ങ് എനിക്ക് തരുന്ന പാപമോചനം എനിക്ക് തരണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ മശിഹ നമ്മുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമാകും. നമ്മൾ പുതിയ മനുഷ്യരായി തീരും, പുതിയ സ്വഭാവത്തിൻ്റെ ഉടമകളായിത്തീരും. ഇതൊന്നും ദിവാസ്വപ്നങ്ങളല്ല, ദിവ്യ സത്യങ്ങളാണ്. വിശുദ്ധ ബൈബിളിൻ്റെ പേജുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഭൂതലത്തിൽ ജനകോടികൾ ഈ പുതിയ ജീവിതത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് ഭീകരതയോട് യാത്ര പറയുവാൻ, അസന്മാർഗികതയോട് യാത്ര പറയുവാൻ, കപടഭക്തിയോട് യാത്ര പറയുവാൻ എല്ലാം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന പുതുജീവിത ഒരു രൂപരേഖ വിശുദ്ധ ബൈബിളിൻ്റെ പേജുകളിലുണ്ട്. കം ബാക്ക് ടു ദ ബൈബിൾ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. അവിടെ ഈ വിലയേറിയ സത്യങ്ങൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഈ മശിഹായ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നും കൂടെ ഈ ചരിത്രം എല്ലാം കേൾക്കുമ്പോൾ എന്നെ ആ ഒരു ചിന്തയാണ് വളരെ ശക്തമായിട്ട് ഭരിക്കുന്നത്. ബൈബിളിലെ ചരിത്രങ്ങൾ തെളിയിച്ച് തരുവാൻ കഴിയും. ആർക്കിയോളജിയും ഹിസ്റ്ററിയൊക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ ഇത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ചാവുകടലും ഒക്കെ അതൊക്കെ യഥാർത്ഥമായി ഈ സംഭവങ്ങളൊക്കെ നടന്നതാണെന്നുള്ളതിൻ്റെ പ്രൂഫുകൾ നമുക്ക് ലഭ്യമാണ്. ഇന്ന് അവിടെ പോയി പരിശോധനകൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി, അത് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നതാണെന്ന് വളരെ വ്യക്തമായി മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സത്യം തള്ളിക്കളയാതെ ദൈവസന്നിധിയിൽ വരണം. മാത്രമല്ല, പാപത്തോട് തൊട്ടുകളിക്കുന്നവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ പോകില്ല. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. അതെ. അത് ഈ സന്ദേശം സാധാരണക്കാർക്ക്, പ്രേക്ഷകർക്ക് മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തകർക്കും വേണ്ടിയുള്ള ഒരു സന്ദേശമാണല്ലേ. എനിക്കും നിങ്ങൾക്കും ആ വലിയ സന്ദേശം ശിരസ വഹിക്കുവാൻ, ഏറ്റെടുക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് വരുന്ന ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാറെ കാണാനിടയിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കും വളരെ സന്തോഷമുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ പാലസ്തീൻ്റെ സംഭവം, അതിപ്പം ഒത്തിരി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും, സംഭവബഹുലമായ പ്രശ്നങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ എന്താണ് പരിഹാരം, മുന്നോട്ട് എന്താണ് സംഭവിക്കുക, അതിനെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അത് സ്നേഹിതൻ്റെ മാത്രം സംശയമില്ല, ലോകത്തിൽ ഇന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും ചെറുപ്പക്കാരുടെ സംശയമാണ്. ഇതിന് പരിഹാരമുണ്ട്, അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താം. ആ പരിഹാരം കണ്ടെത്താനുള്ള വഴിയാണ് നിങ്ങൾ കേൾക്കുന്ന പ്രിൻസ് ഓഫ് പീസ് ക്വസ്റ്റ്യൻ ആൻസർ പ്രോഗ്രാം. ഞങ്ങൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ സന്ദേശങ്ങൾ ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങൾ അന്ത്യനാഴിക എന്നുള്ള പേരിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ വിഷയങ്ങൾ മാറ്റമില്ലാത്ത നിത്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവചന ശബ്ദങ്ങൾ, പ്രവചന വിഷയങ്ങൾ അടുക്കും ചിട്ടയോടും കൂടെ വിശുദ്ധ ബൈബിളിൽ നിന്നും വായിച്ച് കേൾപ്പിച്ച് റെക്കോർഡ് ചെയ്ത കുറേ സന്ദേശങ്ങളായിരുന്നു അന്ത്യനാഴിക എന്നുള്ളതായിരിക്കുന്ന
പേരിൽ ഞങ്ങൾ പുറത്തിറക്കിയതായിരിക്കുന്ന ഓഡിയോ MP3 CD അത് മാധ്യമങ്ങളിലൂടെ ലോകത്തിലെ ലക്ഷോപലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രവുമല്ല, അതിൻ്റെ ഏകദേശം 67 ലക്ഷത്തോളം കേൾവിക്കാർക്ക് അത് അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ലോകത്തിൽ പലർക്കും പലരോടും വൈരാഗ്യമുണ്ട്, കുടുംബങ്ങൾക്ക് മാത്രമല്ല അയൽവക്കക്കാർക്ക്. എന്നാൽ ദൈവം പറയുന്നു, നീ പുരാതനമായ വൈരാഗ്യം, ഇംഗ്ലീഷിൽ എങ്ങനെയാണ്, thou hast harbored an ancient hostility. ഏതാണ്ട് 4000 വർഷം പഴക്കമുള്ള ഒരു വൈരാഗ്യം. അങ്ങനെ അത്രയും നീണ്ടു നിന്നൊരു വൈരാഗ്യം കേട്ടിട്ടുണ്ടോ? നിത്യവൈരാഗ്യം എന്ന് പറഞ്ഞൊരു വൈരാഗ്യം കേട്ടിട്ടില്ല. 4000 വർഷം പഴക്കമുള്ള. അപ്പൊ ചോദിച്ചേക്കാം, ഇത് എവിടെ തുടങ്ങി? എവിടെയാ തുടങ്ങിയത്? അബ്രഹാമിന്റെ കൂടാരത്തിൽ ആരംഭിച്ചു. ബൈബിളിൽ ആ ചരിത്രം പറയും. 2 ബാലന്മാർ തമ്മിൽ ആരംഭിച്ച വൈരാഗ്യം. ഇസ്മായിലിനെ പുറത്താക്കുമ്പോൾ അവനൊരു ടീനേജ് ബോയാണ്, 14 വയസ്സുണ്ട്. ഇസഹാക്ക് ജനിച്ചത് മൂലം അവൻ പുറത്താക്കപ്പെട്ടു. ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലേ? ഇസഹാക്ക് വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണ്. നമ്മൾ ഓർത്തു, നേരത്തെ വായിക്കുകയുണ്ടായി. ആ പ്രദേശം അബ്രഹാമിനും അവന്റെ സന്തതിയായ യാക്കോബ്, ഇസഹാക്കിനും അവന്റെ സന്തതി യാക്കോബിനും അവരുടെ മക്കൾക്കും കൊടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി വനത്തിൽ ചൂണ്ടിക്കാണിച്ചു. അതെ അതെ. എന്നാൽ ഇവർ, ഈ ഇസ്മായിലിന്റെ മക്കള്, നമ്മൾ ഓർത്തതുപോലെ പുരാതനമായൊരു വൈരാഗ്യം. ആ വൈരാഗ്യമാണ് പലപ്പോഴും യുദ്ധങ്ങളായി പൊട്ടിപ്പുറപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഇന്നും ഈ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ബഹിർസ്ഫുരണത്തിന്റെ ഏറ്റവും ആഴമായ കാരണമെന്ന് പറയുന്നത് ഈ നിത്യവൈരാഗ്യമാണല്ലേ? ബൈബിൾ അതാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല. നിങ്ങൾ ഇനി ഒരു പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കി അവർക്ക് കൊടുത്താലും ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് പുരാതനമായൊരു വൈരാഗ്യത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇസ്രായേൽ വീണ്ടും രാഷ്ട്രമായി മടങ്ങി വന്നു. അത് ദൈവം കൊണ്ടുവന്നപ്പോൾ വീണ്ടും ആ പുരാതന വൈരാഗ്യം തട്ടി ആടി കത്തി. ആ തീക്ക് അവരുടെ എണ്ണയുടെ പണം കൂടുതൽ വാസ്തവത്തിൽ ജ്വലിപ്പിക്കുവാൻ ഇടയാക്കി മാറി. അത് ആധുനിക ലോകത്തിൽ ഏതാണ്ട് 5 യുദ്ധങ്ങളായി പരിണമിച്ചു. ഇനിയും വേദപുസ്തകം പറയുന്നു, ഭീകരമായ ഒരു ന്യൂക്ലിയർ യുദ്ധം, ഭയങ്കരമായൊരു യുദ്ധത്തിലേക്ക് ഈ വൈരാഗ്യം എത്തിക്കും എന്ന് തിരുവചനം പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറഞ്ഞു, അതിന്റെ ഏറ്റവും അന്ത്യാകൃത്യമായ കാലത്തിൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞു. നമുക്ക് ഈ എസെക്കിയേൽ 25:15 നോക്കിയേ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവ്വദോഷത്തോട് നാശം വരുത്തുവാൻ നിന്നാഹൃദയത്തോടുകൂടെ പകരം വീട്ടിയിരിക്കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇവിടെ പൂർവ്വവൈരാഗ്യം, അതിന്റെ 14 വാക്യം വീണ്ടും നോക്കിയാട്ടെ. 14 വാക്യം, ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. കണ്ടോ, ഇവിടെയൊക്കെ വീണ്ടും പൂർവ്വ വൈരാഗ്യം, ഏദോമിനോടുള്ള വൈരാഗ്യം നോക്കുക, എടുത്തെടുത്ത് വചനത്തിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ആധുനിക പ്രശ്നമാണ് വാസ്തവത്തിൽ ഏദോമ്യരെക്കുറിച്ചുള്ള പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന പ്രവചനം. ഒരുപാട് പ്രവചനം അതോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിലുണ്ട്. നമ്മളൊരു വളരെ ദീർഘമായ പഠനത്തിന് ഉതകുവാൻ ഇടയാക്കി തീർക്കുന്ന ഒരു ദീർഘപഠനമാണ് ഏദോമിനെ കുറിച്ചുള്ള പഠനം എന്നെനിക്ക് മനസ്സിലായി. എങ്കിലും ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ പ്രശ്നം വളരെ രൂക്ഷമാകും. അതിരൂക്ഷമാകുമ്പോൾ ഈ പലസ്തീൻ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ പലസ്തീനുകളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ അറേബ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളും? അതായത് ഇന്ന് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പാലസ്തീൻ പ്രശ്നമാണ് പ്രശ്നം. ഈ പാലസ്തീൻ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ യഹൂദനെ തകർക്കുവാൻ അടുത്തു വരുമ്പോൾ അറേബ്യൻ രാജ്യങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് ലോകരാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്നെന്ന് പറയുന്നത്? യെശയ്യാവ് 61 എടുത്താട്ടെ. എന്താണ് അതിന്റെ പ്രശ്നം? ഇത് കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അത് ശരി. യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുന്ന സംഭവത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുമ്പോൾ പ്രവാചകൻ ആ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. 63 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം ഒന്ന് വായിക്കാട്ടെ. 6 വരെ വായിക്കണം, എന്നാൽ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുള്ള മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ. യെസ്, ഈ ബൊസ്ര എന്ന് പറയുന്നത് ഏദോമിലെ ഒരു പ്രധാന പട്ടണമാണ്. അത് ശരി, അത് വചനത്തിൽ നിന്ന് തെളിയിച്ചാണ്. എന്നാൽ ഏദോമ്യർ നമ്മൾ ഓർത്തു എന്താണ് ഈ ഏദോമിലുള്ള ബന്ധത്തിൽ? നീ 2-ാം വാക്യം, നിന്റെ ഉടുപ്പ് ചൂന്നിരിക്കുന്നത് എന്ത്, നിന്റെ വസ്ത്രം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നതിനെ പോലെ ഇരിക്കുന്നത് എന്ത്? അനേകർ തെറ്റിദ്ധരിച്ചു ഇത് ഗതസമരയുടെ അനുഭവമാണെന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള എന്തോ പ്രവചനമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് വളരെ തെറ്റാണ്. ക്രൂശ് മരണമല്ല ഇവിടെ പറയുന്നത്. ഇവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എന്ന് പറയുമ്പോൾ അത് ക്രൂശിൽ ചവിട്ടി എന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ ഇവൻ ഏദോമിൽ വന്ന് അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല, എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അതിന് 4-ാം വാക്യം,
ഞാനൊരു പ്രതികാര ദിവസം കരുതി എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം. ഇയർ ഓഫ് മൈ റിഡീംഡ് ഹാസ് കം എന്ന് പറഞ്ഞാൽ എൻ്റെ വീണ്ടെടുപ്പുകാരുടെ ദിവസം വന്നു. യേശുക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് വരികയാണ്. യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു സഹോദരൻ ദരിദ്രനായി തന്നെത്താൻ വിൽക്കുവാൻ തുടങ്ങിയാണ്. അവൻ ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയാണ്. വസ്തുക്കൾ വിറ്റു അവൻ തന്നെത്താൻ വിൽക്കുവാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അവനെ വീണ്ടെടുക്കുന്നത് അവൻ്റെ അടുത്ത ബന്ധുവാണ്. ഇതാണ് ഇവിടെ എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം, വിടുവിപ്പാനുള്ള കാലഘട്ടം. അവൻ്റെ സഹോദരന്മാരെ ലോകരാഷ്ട്രങ്ങൾ വന്ന് ഞെരുക്കുമ്പോൾ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്ന് തനിയെ അവർക്ക് വിടുതൽ കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ വായിക്കുന്നത്. ഇസ്രയേലിന് അവരുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുകയും അവരുടെ അകൃത്യങ്ങളെയും ശിക്ഷിച്ച് അവരെ സാറിന് മുൻപ് പറഞ്ഞതുപോലെ യെരുശലേമിൽ കൊണ്ടുവന്ന് ഉരുക്കി അവർക്ക് മാനസാന്തരം നൽകി അവരെ വിടുവിക്കുന്ന പ്രവചന സൂക്തങ്ങളാണിതല്ല, അല്ലേ? യെസ്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് ആധുനിക ലോകത്തുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 2 പ്രവാചകന്മാർ ഒരുപോലെ ആ വാക്കുകൾ പറഞ്ഞു. ഞാൻ ആ ഭാഗമിരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഏദോമ്യര് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആധുനിക പലസ്തീൻ പ്രശ്നമാണ്. നമുക്ക് 2 പ്രവചന ഭാഗം ഒരുപോലെ എടുത്ത് വായിക്കാം. ഒന്ന് ഒബദ്യാവിന്റെ പ്രവചനമാണ്. ഈ ഒബദ്യ പ്രവചനവും ജെരമ്യ പ്രവചനവും കൂടെ നമ്മൾ ചേർത്തൊന്ന് വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദ്യം നമുക്ക് ഒബദ്യ പ്രവചനം നോക്കാം. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒബദ്യാവിന്റെ ദർശനം. യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഏദോം ആരാണെന്ന് നമ്മൾ നോട്ടി. ഇനിയും വായിച്ചാട്ടെ. നാം യഹോവയെങ്കിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ ഒരു ദൂതനെ അയച്ചിരിക്കുന്നു. എഴുന്നേൽപ്പിൻ, നാം അവളുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുക. An ambassador is sent among the nations എന്ന. ഓഹോ, അത് ശരി. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ അയച്ച് അവരോട് പറയുക, എഴുന്നേൽക്കുക, നമുക്ക് ഇവരോട് യുദ്ധത്തിന് പോകാം. ആരോടാ? ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാം. മറ്റൊരു വാക്യം വായിച്ചേ, യെരമ്യാ പ്രവചനം 49. നോക്കുക, ഈ പ്രവാചകനും അത് കേട്ടു. ഈ 2 പ്രവചനങ്ങൾ, ഈ പ്രവചനം സാധാരണ പ്രവചിക്കുന്ന പോലല്ല. ഇതാരെ കുറിച്ചാണെന്ന് നോക്കാം. ആദ്യം 7-ാം വാക്യം നോക്കിയാട്ടെ. 49-ന്റെ 7-ാം വാക്യം. ഏദോമിനെ കുറിച്ചുള്ള അരുളപ്പാട്. അത് പറഞ്ഞു വരുമ്പോൾ ഇനി 14-ാം വാക്യം നോക്കിയാട്ടെ. 14-ാമത്തെ വാക്യം. നിങ്ങൾ ഒരുമിച്ച് കൂടി അവന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവെങ്കിൽ നിന്ന് കേട്ടു. ഇത് ഈ 2 പ്രവാചകന്മാരും പറയുന്നത് യഹോവയിൽ നിന്നൊരു കാര്യം കേൾക്കുക, ഒരു വാർത്ത കേട്ടു എന്നാ ഒരു പറഞ്ഞത്. വാർത്ത കേൾക്കുന്നു. പല പ്രവാചകന്മാരും വാസ്തവത്തിൽ ഭാവിയെക്കുറിച്ച് അങ്ങ് പ്രവചിക്കുകയാണ്. അതല്ല ഇവിടെ സംഭവിച്ചത്. ഈ സംഭവിച്ചത് സ്വർഗത്തിലെ ഒരു വർത്തമാനമാണ്. സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു വാർത്തയായിട്ട് ആ പ്രവാചകന്മാർ റിപ്പോർട്ട് ചെയ്യുക. അവിടെ ദൈവം സംസാരിക്കുന്നു. എന്താ വിഷയം? ഇതാ നോക്കുക, ഇവരുടെ മധ്യത്തിൽ നിന്നൊരു ദൂതൻ കടന്നുപോയി, ഒരു അംബാസഡർ പോയി, ലോകരാഷ്ട്രങ്ങളുടെ മനസ്സിനെ തിരിച്ചു. ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാമെന്ന് പറയുന്നത് 2 പ്രവാചകന്മാർ ഒരുപോലെ കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇത് വലിയൊരു സംഭവമാണ്. താൻ തന്റെ ജനത്തെ മടക്കി കൊണ്ടുവന്നു. തന്റെ ദൃഷ്ടി വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ അവിടെ വെച്ചിട്ടുണ്ട്. അവരെ തൊടുന്നവർ തന്റെ കൺമണിയെ തൊടുന്നു എന്ന് ദൈവം പറയുകയും ദൈവത്തിന്റെ കരത്താൽ അവരെ മടക്കി കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ ആലോചന ലോകരാഷ്ട്രങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ഒരു വലിയ സഖ്യതയുണ്ടാക്കി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു മീഡിയ ഒരു മാനിപ്പുലേഷനാണ്. മാധ്യമങ്ങൾ വഴിയുള്ള ഒരു ആഗോള വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അതിശയമായിരിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ പലസ്തീൻ പ്രശ്നം ഇസ്രായേൽ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ ഇതിന് പുറകിൽ പലസ്തീനികൾ തന്നെ അവരെ വെടിവെച്ചു കൊന്നത് ലോകം അറിയുന്നില്ലേ? UN അവർക്ക് സ്ഥലം ഭാഗിച്ചു കൊടുത്തത് അറിയുന്നില്ലേ? 1947 UN റെസൊല്യൂഷൻ 181 അനുസരിച്ച് പലസ്തീന് ഒരു രാഷ്ട്രം നീട്ടിക്കൊടുത്തത് അവർ അറിയുന്നില്ലേ? യുദ്ധം അവസാനിച്ചിട്ടും ഇസ്രായേൽ അവർക്ക് വേണ്ടി ഇസ്രായേലും UN കൂടെ $150 മില്യൺ റേസ് ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചത് ലോകം അറിയുന്നില്ലേ? ഇങ്ങനെ ചെയ്ത നന്മകളൊന്നും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. മാധ്യമങ്ങളെ വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു, അവരെ മുതലെടുത്തുകൊണ്ട്. ഇതാണ് ദൈവം സ്വർഗത്തിൽ പറയുന്നത്. ആ സംസാരം പ്രവാചകന്മാർ തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തി. ഇത് 2 നോക്കുക, ഏദോമിനെ കുറിച്ചുള്ള ഒരു വർത്തമാനമാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇവരോട് സഖ്യതയുള്ള ജനങ്ങളെന്ന് ആ ഒബദ്യ പ്രവചനം 7-ാം വാക്യത്തിൽ നോക്കുക. അവരെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നു. നിന്നോട് സഖ്യതയുള്ളവരൊക്കെയും നിന്നെ അതിരോളം അയച്ചു കളഞ്ഞു. നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ചു തോൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, നിന്നെ ചതിക്കുകയാണ്. ഇതൊന്നും സത്യമല്ല. ഇതൊന്നും വാസ്തവത്തിൽ നീ കേൾക്കുന്നത് സത്യമല്ല. ഞാൻ ഇതുള്ള ബന്ധത്തിൽ അനേക പ്രവചനങ്ങൾ എടുത്തു തരാൻ എനിക്ക് വേറെ ഒരു സഖ്യത ഉണ്ടാക്കിയിരിക്കുന്നു. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന
ആധുനിക സംഭവമാണ്. ലോകം യഥാർത്ഥമായി സത്യം മനസ്സിലാകണം. വേദപുസ്തക പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിന്റെ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ്. മുമ്പ് കൂട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇന്നും ഈ കാണുന്ന സംഭവങ്ങൾ ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. അതെന്താണ് ആ സത്യം? യേശുക്രിസ്തു മടങ്ങി വരാൻ സമയം. ഈ സംഭവങ്ങൾ ഇനിയും ഞാൻ ഓർപ്പിച്ചോലെ ഈ വലിയ രൂക്ഷമായ ഒരു യുദ്ധം ഈ സഖ്യത മൂലം, ഈ മീഡിയ മാനിപ്പുലേഷൻ മൂലം സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് മധ്യാകാശത്തിൽ തന്നെ ജനത്തെ ചേർക്കും. ഇന്നത്തെ ആധുനിക തലമുറ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയ രംഗത്ത് അല്ലെങ്കിൽ മറ്റ് മനുഷ്യന്റെ ജീവിത സുഖത്തോട് ബന്ധപ്പെട്ട് വലിയ വിപ്ലവങ്ങൾ, വലിയ പുരോഗതിയുടെ വിപ്ലവമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇനി ലോക ചരിത്രത്തിൽ നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണെന്നാണ് ബൈബിൾ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സാറിന് പറയാനുള്ളത്, അല്ലേ? അതെ, കർത്താവ് രഹസ്യത്തിൽ മധ്യാകാശത്തിൽ വന്ന് തനിക്കായി കാത്തു നിൽക്കുന്നവരെ തന്റെ സന്നിധിയിൽ ചേർക്കും. 7 വർഷം കൊണ്ട് ഈ ലോകം ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് വരികയും ഇസ്രയേലിന്റെ അന്ത്യാകൃത്യ സമയത്ത് ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവരെ ഞെരുക്കുമ്പോൾ കർത്താവ് അവരുടെ രക്ഷയ്ക്കായി മടങ്ങി വരുമ്പോൾ ഏദോമിനെ തകർക്കുന്ന ചിത്രം, ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ട വ്യക്തികൾ ഒബദ്യ പ്രവചനം എടുത്തൊന്ന് വായിക്കുക. ഒബദ്യ പ്രവചനത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് ഞങ്ങളുടെ കേൾവിക്കാർക്ക് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ സംഭവങ്ങൾ തിരുവചനത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആശ്ചര്യമായി നിവർത്തിക്കപ്പെടുന്നത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തു വേഗം മടങ്ങി വരാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഈ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഈ നിലയിലുള്ള പ്രവചനങ്ങൾ ബൈബിൾ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യകരവും ഒരുപക്ഷെ ഞങ്ങളുടെ കേൾവിക്കാരിൽ പലരും ആദ്യമായിട്ട് കേൾക്കുന്നതുമായിരിക്കാം. എന്നാൽ ഇസ്രായേലിനെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ള അറബ് രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് മാന്യ വായനക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ ആ ഏദോമ്യർക്കുണ്ടായതായിരിക്കുന്ന നിത്യ വൈരാഗ്യം അവരുടെ നാശത്തിനും അവരുടെ ശിക്ഷയ്ക്കും കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് നാം ഇന്നും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ സ്നേഹിക്കുന്നവൻ, നമുക്ക് സമാധാനം തരാൻ കഴിവുള്ളവൻ, നമ്മെ സനാതന പാതകളിൽ ശാശ്വത ശാന്തി തന്ന് നടത്തുവാൻ കഴിവുള്ള ആ കർത്താവിനോട് ഒരു വിരോധമല്ല. ആ കർത്താവിനെ സ്നേഹിക്കുവാൻ, അവൻ എൻ്റെ രക്ഷകനെന്ന് പറയുവാൻ, അവനു വേണ്ടി ഹൃദയ കവാടം തുറന്നു കൊടുക്കുവാൻ ഇടയായാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ, പ്രശ്നങ്ങളിൽ നമുക്ക് ശാന്തി തന്ന്, സമാധാനം തന്ന്, പാപക്ഷമ നൽകി നമ്മളെ സഹായിക്കും. ഇസ്രായേലിൻ്റെ ദൈവം നമ്മുടെ ദൈവമായിട്ട് തീരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവിടുന്ന് ജീവിക്കുന്ന ദൈവം, അവിടുന്ന് രക്ഷിക്കുന്ന ദൈവം, അവിടുന്ന് വീണ്ടും വരുന്ന ദൈവം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.